മെർസിഡീസ് ബെൻസിന്റെ W205 C220. അതിന് 60,000 കിലോമീറ്ററിന്റെ സർവീസ് നോർമലി ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ബേസിക്കലി ആദ്യം തന്നെ പീരിയോഡിക് സർവീസ് ചെയ്യണം. പീരിയോഡിക് സർവീസ് എന്ന് പറയുന്നത് ഓയിൽ ഫിൽട്ടർ, അതുപോലെ തന്നെ AC ഫിൽട്ടർ, അതുപോലെ തന്നെ എയർ ഫിൽട്ടർ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ സർവീസ് ചെയ്യണം. കൂടാതെ തന്നെ ഫ്യൂൽ ഫിൽട്ടർ മാറണം. പിന്നെയുള്ളത് ട്രാൻസ്മിഷൻ സർവീസ് ഉണ്ട്, ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്, ഇതെല്ലാം മെർസിഡീസ് ബെൻസിന്റെ ജെന്യൂൻ സ്പെയർസ് ആണ്. ട്രാൻസ്മിഷൻ ഫാൻ ഫിൽട്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഓയിൽ ലീക്ക് ഉണ്ട്, അതെന്ന് പറയുന്നത് വാൽക്കർ പാക്കിംഗ്. അതുപോലെ തന്നെ വി ബെൽറ്റ്, ടെൻഷനർ, റോളർ, ഇതുപോലുള്ള കാര്യങ്ങൾ മാറണം. വി ബെൽറ്റ്, അതുപോലെ തന്നെ ടെൻഷനർ, റോളർ, ഐഡ്ലർ, ഇത്ര സാധനങ്ങളാണ് ഈ വണ്ടിക്ക് മാറേണ്ടത്. അത് മാറിക്കഴിഞ്ഞാൽ അടുത്ത 4 ഇയറിലെ 60,000 കിലോമീറ്ററിന് അടുത്ത സർവീസ് ചെയ്താൽ മതി. നോർമലി ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ 6 ഇയേഴ്സ് അല്ലെങ്കിൽ 60,000 കിലോമീറ്റേഴ്സ് ഇനി സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ട് വെഹിക്കിൾ ഉപയോഗിക്കാൻ പറ്റും. സോ ഓയിൽ ലീക്ക് ഇപ്പം വന്നപ്പോഴത്തേക്കാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇത് പ്രോപ്പർ ആയിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി സർവീസ് ചെയ്യാൻ വന്നിരിക്കുന്ന ബാംഗ്ലൂരിൽ നിന്നാണ്. കോട്ടയത്തുള്ള കസ്റ്റമറാണ്, ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതുവരെ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ബാംഗ്ലൂർ ഡീലർഷിപ്പിലാണ്. ആ ഡീലർഷിപ്പുകാരുമായിട്ട് എന്തോ സൗന്ദര്യപ്പണക്കം ഉള്ളതുകൊണ്ടാണ് കസ്റ്റമർ ഇവിടെ വന്ന് ചെയ്തത്. സോ ഇതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെർസിഡീസ് ബെൻസ് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജർമ്മൻക്ക് കോട്ടയത്തുണ്ട്. നേരെ വിളിക്കുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക, പോരുക.